ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചൊരയ്ക്ക വെച്ചിട്ടൊരു അടിപൊളി കറിയാണ്. കണ്ടാലോ? പോകാം വീഡിയോയിലേക്ക്. അതിനാവശ്യമായിട്ട് 3 ചൊരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തൊലിയെല്ലാം ചെത്തി കഴുകി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറേ കറികൾ സ്വാധീനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ 2 കറികളാണ് ചൊരയ്ക്ക കൂട്ടുകറിയും പിന്നെ ഇതാ പുളിച്ചിക്കീരയും. ഈ പുളിച്ചിക്കീരയുടെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ നമ്മൾ മണിത്തക്കാളി കുഴമ്പ് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ കീര. ഈ കീരയ്ക്ക് ചെറിയൊരു പുളിപ്പുണ്ട്, പക്ഷേ മണിത്തക്കാളി കുഴമ്പിൻ്റെ അതേ പ്രോസസ്സിൽ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്താ പറയേണ്ടത്, ഈ 2 കറികൾ ചൊരയ്ക്ക കൂട്ടുകറിയും അതുപോലെ തന്നെ പുളിച്ചിക്കീരയും ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ചൊരയ്ക്ക കൂട്ടുകറിയുടെ പ്രോസസ്സ് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ജീരകം, കുരുമുളക്, മല്ലി, വറ്റൽമുളക് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. വറുത്തെടുക്കണേ. അപ്പോൾ വറ്റൽമുളക് ആദ്യം 2 എടുത്തു. അപ്പോൾ ഞാൻ ഇച്ചിരി എരിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു പിടി നിലക്കടല ഉണ്ടല്ലോ, അതും എടുത്ത് വറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ജീരകവും അതുപോലെ തന്നെ കുരുമുളകും മല്ലിയും ആ വറ്റൽമുളകും ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, അതിലേക്ക് 2-3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്ട് ചൊരക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൊരക്ക ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത്, ഒരു 10 മിനിറ്റിന് കാര്യമേ ഉള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. അതിനുശേഷം നല്ലോണം ചുറ്റിച്ച് കൊടുക്കുക. എന്തായാലും ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചൊരക്ക വാങ്ങിയതിന് ശേഷം ഇതേ പ്രോസസ്സ് ചെയ്യുക. കറിവേപ്പില വേണം. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പൊടിച്ച ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആ സമയം കൊണ്ട് ഏകദേശം വെന്ത് വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ചൊരക്കയുടെ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. അപ്പോൾ ഇച്ചിരി വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഈ സമയത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബിജി അധികം തണ്ണി ഊത്തക്കൂടാതെ കൊഞ്ചമാ തണ്ണി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുക ഗേസ്. അപ്പോൾ എന്തായാലും അതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണേ. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാലോ. ജീരകം, അതുപോലെ തന്നെ കുരുമുളക്, മല്ലി, 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി നിലക്കടല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിച്ച് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ആ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് എന്താ പറയേണ്ടത്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മസാല എല്ലാം കൂടി വരും. ഈ കടല ചേർക്കുമ്പോഴേ, ഈ നിലക്കടല ചേർക്കില്ലേ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ പറയണ്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതി വരത്തില്ല. ഈ ഒരു പാത്രം ചോറ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ചൊരക്കയുടെ കുറച്ച് കൂട്ടും പിന്നെ നമ്മുടെ പുളിച്ചിക്കീരയും രസം തൈരും മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. എന്തായാലും അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുളിച്ചിക്കീര റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൊരക്ക കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് കേരളത്തിൽ നിന്നും ഇവിടെ സേലം വന്ന സമയത്ത് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെയും തോർന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല മഴയും പിന്നെ അകത്ത് ചൂട് ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൊരക്ക കൂട്ടുകറിയുണ്ട്, പുളിച്ചിക്കീരയുണ്ട്, പിന്നെ എപ്പോഴത്തെയും പോലെ രസമുണ്ട്. രാവിലത്തെ ക്യാരറ്റ് സാമ്പാറാണ് കേട്ടോ. കൂടെ നല്ല കട്ടത്തൈരും അച്ചാറും. വേറെ എന്ത് വേണം? പേരയ്ക്ക ഉണ്ടായിരുന്നു, അതിനെയും കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു വിജയ രമേഷ്. ബൈ ബൈ.